നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കേൾക്കാം. ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയത്. ഇന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാനായി അദ്ദേഹം ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അവിടെ എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. അതുപോലെ തന്നെ കുറച്ചു കഴിഞ്ഞ ദിവസങ്ങളായി കേരളത്തിൽ ഉൾപ്പെടെ ചർച്ചയായി നിൽക്കുന്ന ഒരു വിഷയമാണ് സത്താർ പന്തലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വിവാദ പരാമർശം നടത്തിയിരുന്നു. സംസ്ഥയുടെ നേതാക്കൾക്കെതിരെ എത്തുന്നവരെ കൈവിട്ടും എന്നുള്ള രീതിയിലായിരുന്നു. എന്തായാലും ഇത് സംസ്ഥയ്ക്കിടയിലും ഒപ്പം തന്നെ മുസ്ലിം ലീഗിനിടയിലും മൊത്തത്തിലൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇത്തരം വാർത്തകളെല്ലാം ഉണ്ട്. ആ വാർത്തകളിലേക്ക് കിടക്കാം. ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു. ഗസ്റ്റ് ഹൌസിൽ നിന്ന് റോഡ് മാർഗമാണ് പ്രധാനമന്ത്രി നാവികസേനയുടെ വിമാനത്താവളത്തിലേക്ക് പോയത്. ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ അദ്ദേഹം ഗുരുവായൂരിലേക്ക് പോകും. തൃശൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി മാർഗമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. അടുത്ത വാർത്ത, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ജില്ലാ കോടതി പരിഗണിക്കുകയാണ്. DGP ഓഫീസിലേക്കുള്ള മാർച്ചിലെ സംഘർഷത്തിനെ തുടർന്നെടുത്ത കേസിലെ ജാമ്യാപേക്ഷമാണ് ജില്ലാ കോടതി ഇന്ന് പരിഗണിക്കുക. ഈ കേസിൽ ജാമ്യം ലഭിച്ചാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന് പുറത്തിറങ്ങാനാവുമെന്നാണ് വ്യക്തമാകുന്നത്. അടുത്ത വാർത്ത, കുസാറ്റിൽ നടന്ന അപകടവുമായി ബന്ധപ്പെട്ടാണ്. ഓഡിറ്റോറിയത്തിൽ ഉൾക്കൊള്ളാനാവുന്നതിലും കൂടുതൽ ആളുകളെ പ്രവേശിച്ചതിനാലാണ് കുസാറ്റും ദുരന്തത്തിന് ഇടയായതെന്ന് പോലീസ് ഹൈക്കോടതിയിൽ. 1000 പേർക്ക് പങ്കെടുക്കാനാവുന്ന ഓഡിറ്റോറിയത്തിൽ 4000 പേരാണ് എത്തിയത്. സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ ക്യാമ്പസിന് പുറത്തു നിന്നും ആളുകളെത്തി. പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം മുൻകൂട്ടി കാണാൻ സംഘാടകർക്ക് സാധിച്ചിട്ടില്ല. ഓഡിറ്റോറിയത്തിലേക്കുള്ള പടികളുടെ നിർമ്മാണത്തിലെ അപാകതയും അപകടത്തിന് കാരണമായതായി തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അടുത്ത വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. SKSF നേതാവ് സത്താർ പന്തലൂരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സംസ്ഥയിലെ ഒരു വിഭാഗം. സംസ്ഥയുടെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഭീഷണി കത്ത് തയ്യാറാക്കിയതിന് പിന്നിൽ സത്താർ പന്തലൂർ ആണെന്ന് പാണക്കാട് കുടുംബാംഗമായ സമീർ അലി ശിഹാബ് തങ്ങൾ ആരോപിച്ചു. സത്താർ പന്തലൂരിനെതിരെ സംസ്ഥയ്ക്കെതിരെ പരാതി നൽകുമെന്നും സമീർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ കുറെ നാളായി സംസ്ഥയിലെ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും എതിർവിഭാഗവും തമ്മിൽ ഭിന്നത രൂക്ഷമാണ്. പരസ്യപ്പോര് തുടരുന്ന സാഹചര്യത്തിൽ 10 വർഷം മുൻപുള്ള കത്ത് ചൂണ്ടിക്കാട്ടി സത്താർ പന്തലൂരിനെതിരെ എതിർവിഭാഗത്തിന്റെ നീക്കം നടക്കുകയാണ്. അടുത്ത വാർത്ത, സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാനത്തെ റേഷൻ വിതരണവും സംഭരണവും ഇന്നു മുതൽ പൂർണ്ണതോതിൽ നടക്കും. റേഷൻ വാങ്ങുന്നവർക്ക് ആശ്വാസമാകുന്ന വാർത്തയാണ് റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറും നിന്നും എന്തായാലും ഉണ്ടായിരിക്കുന്നത്. ദിവസങ്ങളായി നടത്തിവന്നിരുന്ന അനിശ്ചിതകാല സമരം റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകൾ പിൻവലിച്ചു. നവംബർ മാസം വരെയുള്ള കുടിശ്ശിക കിട്ടിയതോടെയാണ് തീരുമാനമെന്ന് റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകളുടെ സംഘടന അറിയിച്ചു. ഇതോടെ ഇന്നു മുതൽ സംസ്ഥാനത്തെ റേഷൻ വിതരണവും സംഭരണവും പൂർണ്ണതോതിൽ പുനരാരംഭിക്കുമെന്നാണ് വ്യക്തമാവുന്നത്. രാവിലെ പങ്കുവയ്ക്കാനുള്ള ഇത്തരം വാർത്തകളാണ്. മറ്റു വാർത്തകളുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.